നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ജോലി സാമൂഹ്യ മാധ്യമങ്ങളാണ് ചെയ്യുന്നതെന്ന് സമ്മതിക്കാതെ തരമില്ല. കാരണം മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അത് സമ്മതിച്ചു തരില്ല. പക്ഷേ അവരെക്കാളും ആകാംക്ഷയോടെ ജനം വാർത്തകളും വിശകലനങ്ങളും ഒക്കെ അറിയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ്. അത് യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും. ഇൻസ്റ്റയെ ഞാൻ പറയുന്നില്ല, ഇൻസ്റ്റ ഒരു സാമൂഹ്യ മാധ്യമമല്ല, ഇതൊരു സാമൂഹ്യ വിനോദ ഉപാധിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇൻസ്റ്റ, ടിക്ടോക്ക് പോലുള്ള നിരോധിക്കപ്പെട്ട ടിക്ടോക്ക് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ അത്തരത്തിലുള്ളൊരു ജോലിയാണ് ചെയ്യുന്നത്, അത്തരത്തിലുള്ളൊരു മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് കൂടുതൽ, ഒരു വിനോദോപാധിയായിട്ട്. പക്ഷേ ഫേസ്ബുക്ക്, യൂട്യൂബ് ഇവയിലെല്ലാം എവിടെയെങ്കിലും നടക്കുന്ന വാർത്തകൾ ചൂടോടെ അറിയാനും അല്ലെങ്കിൽ വിശകലനങ്ങളും അതിന് നന്മതിന്മകളുണ്ട്. കാരണം അനിയന്ത്രിതമായിട്ടുള്ളൊരു പ്രതലമാണത്, അല്ലെങ്കിൽ ഒരു വേദിയാണത്. ആർക്കും എന്തും എപ്പോഴും എങ്ങനെയും പറയാം, സത്യങ്ങൾ പറയാം, കള്ളങ്ങൾ പറയാം ഒക്കെ എന്നുള്ളൊരു വേദിയാണത്. എന്നിരുന്നാലും സത്യസന്ധമായ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്ന, അതും മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കാത്തത്ര എണ്ണത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കുന്ന, പ്രേക്ഷകരെന്നൊരു സമൂഹം തന്നെ ഇല്ല ഇപ്പോൾ. പരസ്പരം സംവദിക്കുന്ന ഒരേ തലത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ളൊരു സംവാദം പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം പരിമിതമാണ്. കമൻറ്റുകളായിട്ട് അവരുടെ ലൈവിന് താഴെ ഇപ്പോൾ ചെയ്യാം, എന്നാൽ പോലും ഒരു തുടർ സംവാദമോ അല്ലെങ്കിൽ നേരിട്ടുള്ളൊരു സംവാദമോ പ്രേക്ഷകനെ സംബന്ധിച്ച് അസാധ്യമാണ്. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്തരത്തിൽ സമൂഹത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശസ്തിയും പേരും നേടിയ സാമൂഹ്യ മാധ്യമങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട്. അത്തരത്തിൽ ചില സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ നിരവധിയുണ്ട്. അവയിൽ പ്രമുഖരായിട്ടുള്ള ചില മാധ്യമങ്ങൾ അവരുടെ തുടക്കകാലത്ത്, അവർ വളർന്നു വരുന്ന പിച്ചവെച്ച് തുടങ്ങി, ഈ മേഖലയിൽ പിച്ചവെച്ച് തുടങ്ങിയ കാലത്ത് ഒരു വളരെ ബുദ്ധിപൂർവമായിട്ട് എന്താണ് കാണികളുടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെന്ന വാക്ക് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളെ സംബന്ധിച്ച് തെറ്റാണ്. പക്ഷേ ഫോർ ലാക്ക് ഓഫ് എ ബെറ്റർ വേർഡ്, പ്രേക്ഷകർ എന്ന് തന്നെ തൽക്കാലം നമുക്ക് അവരെ വിളിക്കാം. പ്രേക്ഷകരുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി നിരീക്ഷിച്ചപ്പോൾ ദേശീയതയുടെ ഒരു വൻ ഉണർവ് സമൂഹത്തിലൊട്ടാകെ, ഭാരതത്തിലൊട്ടാകെ, കേരളത്തിൽ പതിയെ പതിയെ അവർ തിരിച്ചറിഞ്ഞു. അവർ ദേശീയതയുടെ പക്ഷം പിടിച്ച് ഭാരതത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവരെ പിന്തുടരാൻ പ്രേക്ഷകരുണ്ടായി, ഒരുപാട് പ്രേക്ഷകരുണ്ടായി, ലക്ഷക്കണക്കിനെന്ന് തന്നെ പറയാം. വളരെ നല്ല കാര്യം. കാരണം ഇവരിൽ പലരുടെയും, ഇവരിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് എന്ന് പറയാവുന്ന മാധ്യമങ്ങളുടെ അവതരണ രീതി, ഒരു അവതരണത്തിലെ സരളത, വലിയ സങ്കീർണതകളൊന്നുമില്ലാതെ കാര്യങ്ങൾ വ്യക്തമായും നല്ല ഭാഷയിലും ശുദ്ധമായ ലളിതമായ ഭാഷയിലും അവതരിപ്പിക്കുവാനുള്ള കഴിവ്, ഇവയൊക്കെ കൊണ്ട് ആ മാധ്യമങ്ങൾ വളരെയധികം ആളുകളുടെ ശ്രദ്ധ നേടുകയും വളരെയധികം വളരെ വേഗം ഉയർച്ചകളിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് ഒരു പശ്ചാത്തലമാണ് ഈ പറയുന്നത്. പക്ഷേ ഇതൊരു കച്ചവട തന്ത്രം മാത്രമായിട്ട് ഉപയോഗിച്ചിരുന്ന മാധ്യമങ്ങളുണ്ട്. അവിടെ അത്രയും വരെയും പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് എതിർപ്പൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനമോ, അതിപ്പോൾ മുഖ്യധാരാ മാധ്യമമാകട്ടെ സാമൂഹ്യ മാധ്യമമാകട്ടെ, അത് പ്രവർത്തിക്കണമെങ്കിൽ മുതൽ മുടക്കുണ്ട്, അതിന് വരുമാനം വേണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു കച്ചവട മനസ്ഥിതി അതിനുള്ളിൽ വരുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ കച്ചവട മനസ്ഥിതി വരുമ്പോൾ അവരെ ബുദ്ധിപൂർവം പിടിക്കുന്നൊരു ലൈനുണ്ട്. ഒരു ലൈൻ പിടിക്കുക എന്ന് പറയില്ല, നമ്മളൊരു ഇന്ന രീതിയിലായിരിക്കും ഇതായിരിക്കണം നമ്മുടെ ഒരു തത്വശാസ്ത്രം, പ്രവർത്തന തത്വശാസ്ത്രം. എന്ത് വാർത്ത വന്നാലും അത് സത്യസന്ധമായി കൊടുക്കുക. ഒപ്പം വേണമെങ്കിൽ നമ്മൾ ദേശീയതയ്ക്കൊപ്പമോ അല്ലെങ്കിൽ ദേശീയതയ്ക്ക് എതിരായിട്ടോ നിൽക്കുക എന്നുള്ളൊരു തത്വശാസ്ത്രം അവരവലംബിക്കും. അതിനനുസരിച്ചായിരിക്കും അവരുടെ പ്രേക്ഷകരുടെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. ഇത് സത്യസന്ധമാണ്. കാരണം ഇന്നലെ വരെ ദേശീയതയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചിരുന്ന, അല്ലെങ്കിൽ
കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും രാഷ്ട്രത്തിനെതിരായും ഭാരതത്തിനെതിരായും ഭാരതത്തിലെ ഒരു ഭൂരിപക്ഷ സമുദായത്തിനെതിരായും ഒക്കെ വിഷം തുപ്പിയിരുന്നൊരു മാധ്യമം, അത് മുഖ്യധാരയാവട്ടെ സാമൂഹ്യ മാധ്യമമാകട്ടെ, പെട്ടെന്നൊരു ദിവസം ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ അംഗീകരിക്കണമെന്നില്ല. പക്ഷേ ഇതിൻ്റെയും ഇത്തരത്തിൽ തന്നെ മറുവശത്തുമുണ്ട്. കാരണം ദേശീയതയുടെ മുഖം മൂടി അണിഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിൽ ഭാരതത്തിലെ ഏറ്റവും പ്രായം ചെന്ന പാർട്ടിയായ കോൺഗ്രസിനോടൊരു സ്നേഹവും ആദരവും, കോൺഗ്രസിലെ ചില നേതാക്കളോട്, ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടിയോടൊരു ഭക്തി എന്നുള്ള തലത്തിലേക്ക് എത്തുന്ന ഒരു ആരാധനയും ഒക്കെ ഉള്ളിൽ സൂക്ഷിക്കുന്ന മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ, സാമൂഹ്യ മാധ്യമമുണ്ട്, അതിൽ തന്നെ പ്രമുഖരായിട്ടുള്ളവരുണ്ട്. അവരെക്കുറിച്ചാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിശകലനം, അല്ലെങ്കിൽ ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവരെക്കുറിച്ചാണ്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഈ മേഖലയിൽ, സാമൂഹ്യ മാധ്യമങ്ങളുടെ മേഖലയിലേക്ക് തലത്തിലേക്ക് എത്തി അതിൽ പിച്ച വെച്ച് തുടങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേശീയതയുടെ ഒരു കച്ചവട സാധ്യത തിരിച്ചറിഞ്ഞ് ആ ദേശീയതയുടെ ലൈൻ അവരങ്ങ് പിടിച്ചിട്ട് ഭാരതത്തിനെ വാഴ്ത്തിപ്പാടുക, നരേന്ദ്രമോദിയോട് എനിക്ക് തീർത്താൽ തീരാത്ത ആരാധനയാണെന്ന് പ്രസ്താവിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ സരളമായും സരസമായും വളരെ സ്ഫുടമായും അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടുകയും പിന്തുണ നേടുകയും ചെയ്തവരാണ് ഈ നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയമാക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ. മലയാളത്തിലുള്ളവരാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു കോൺഗ്രസ് സ്നേഹം എന്ന് പറയുന്നത്, അതിൽ തന്നെ ചില വ്യക്തികളോട് അടങ്ങാത്ത ആരാധന ഉള്ളിൽ സൂക്ഷിക്കുന്നു. പക്ഷേ അത് നിരന്തരമായിട്ടത് പുറത്ത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ദേശീയതയ്ക്ക് അവർ പിടിച്ചിരിക്കുന്ന ഈ ഒരു ലൈൻ, അല്ലെങ്കിൽ അവരുടെ ഒരു അവർ അവലംബിക്കുന്നു എന്ന് ഭാവിക്കുന്ന തത്വശാസ്ത്രത്തിന്, ദേശീയതയുമായി ചേർന്ന് നിൽക്കുന്നവരാണ് ഞങ്ങൾ എന്ന തത്വശാസ്ത്രത്തിന് നേർവിപരീതമായി പോകുമത് എന്നുള്ള വ്യക്തമായ ധാരണയും അവരുടെ ഈ കച്ചവട ബുദ്ധി കാരണം ഉള്ളിലുണ്ട്. അത് കാരണം അവരത് സാധാരണഗതിയിൽ പുറത്ത് പ്രകടിപ്പിക്കില്ല. പക്ഷേ ഈ നീലക്കുറുക്കൻ അറിയാതെ കൂവിപ്പോവും എന്ന് പറയുന്നത് പോലെ ഇടയ്ക്കിടെ ഇത് പുറത്തു ചാടും. ആ പുറത്തു ചാടലുകളുടെ ഇടയിലുള്ള അന്തരം അടുത്ത ദിവസങ്ങളിൽ തീരത്തെ കുറഞ്ഞു വരികയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണമായിട്ട് വന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകൾ. ഈ കഴിഞ്ഞ ഡിസംബർ 13 ഫലം പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ UDF, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF വൻ മുന്നേറ്റം നടത്തി. അത് സത്യമാണ്. അങ്ങനെ ഒരു മുന്നേറ്റം നടത്തിയപ്പോൾ ഇതുവരെ, അതായത് ഡിസംബർ 13 വരെ, ഈ ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നത് വരെ മൂന്നാം പിണറായി സർക്കാർ ഉറപ്പാണ് എന്ന് വിശ്വസിച്ച് തലയിൽ കൈയും കൊടുത്തിരുന്ന ഇവർ, അതുകൊണ്ട് നമുക്ക് ദേശീയതയുടെ നയങ്ങൾ തന്നെ പിന്തുടരാം, ആ ഒരു തത്വശാസ്ത്രത്തെ തന്നെ പിന്തുടർന്ന് നമുക്ക് നീങ്ങാം എന്ന് വിശ്വസിച്ചിരുന്ന അവർക്ക് പെട്ടെന്ന് തോന്നി, ഇനി കോൺഗ്രസ് നേതൃത്വത്തിൽ UDF ചിലപ്പോൾ പിണറായി വിജയനെ പരാജയപ്പെടുത്തി തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അവരുടെ ഉള്ളിലെ നീലക്കുറുക്കൻ പുറത്തു ചാടി വളരെ ഉച്ചത്തിൽ കൂവുകയും ചെയ്തു. അനന്തരഫലമായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ലോകത്ത് എവിടെ ഒരു കരോൾ സംഘത്തിൻ്റെ നേരെ ആരെങ്കിലും തുറച്ചു നോക്കിയാലും അതിന് നരേന്ദ്രമോദി സമാധാനം പറഞ്ഞേ പറ്റൂ തുടങ്ങിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരിക, അവർ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുക, നിരന്തരമായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുക. നരേന്ദ്രമോദി സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. എന്താ പറയുക, അഫ്ഗാനിസ്ഥാനിൽ കരോൾ സംഘത്തിനെ താലിബാൻ തുറച്ചു നോക്കി പേടിപ്പിച്ചു. നരേന്ദ്രമോദി ഇതിന് സമാധാനം പറഞ്ഞേ തീരൂ. ഇവിടം കൊണ്ട് തീരുന്നില്ല. ഇതുവരെ ഉണ്ടായിരുന്ന ദേശീയതയും നരേന്ദ്രമോദിയോടുള്ള ആരാധനയും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഈ എന്താ പറയുക, സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞ് മാഞ്ഞു പോകുന്ന പോലെ മാഞ്ഞു പോയി എന്ന് പറയേണ്ടി വരും. ഇവിടം കൊണ്ടും തീരുന്നില്ല. ഇനി വരുന്നത് അടുത്തത് UDF. VD സതീശൻ ഉജ്ജ്വലനായ നേതാവാണ്, അദ്ദേഹം UDFനെ വിജയത്തിലേക്ക് നയിക്കുവാൻ പോകുന്നു. ഇത്തരത്തിലുള്ള വാർത്തകളും ചെറിയ ചെറിയ പ്രോഗ്രാമുകളും ഒക്കെ ചെയ്ത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നിരന്തരമായിട്ട് എത്തിച്ച് ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുക, ബ്രെയിൻ വാഷിംഗ് നടത്തുക എന്നുള്ള പരിപാടി തന്നെയാണ് ഇപ്പോൾ ഇവർ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ദേശീയതയൊക്കെ നേരത്തെ പറഞ്ഞ സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞ് മാഞ്ഞു പോകുന്ന പോലെ മാഞ്ഞു പോയി കഴിഞ്ഞു. പക്ഷേ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം, അപ്പുറത്ത് ഇവർ വാഴ്ത്തിപ്പാടുന്നത് UDF ആണ്. ഇവരവലംബിക്കുന്ന നയം
പിണറായി വിജയനെ പാഠം പഠിപ്പിക്കാൻ കോൺഗ്രസ്സിനൊരു വോട്ട് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ പറയുമല്ലോ, ചില ചാരുകസേര സംഘികൾ അവലംബിക്കുന്നൊരു നയമുണ്ട്. കോൺഗ്രസ്സിന് ഒരു വോട്ട് ചെയ്ത് പിണറായി വിജയനെ പാഠം പഠിപ്പിക്കുക. അപ്പോൾ ബി ജെ പിയൊക്കെ നിൽക്കട്ടെ എന്നുള്ള രീതിയിലുള്ളൊരു ലൈൻ ഇവർ പിടിച്ച് നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം കോൺഗ്രസ് ആയിരിക്കില്ല, ബി ജെ പി ആയിരിക്കില്ല, പക്ഷേ അവരുടെ ഉള്ളിൽ സാധാരണക്കാരായിരിക്കും. അവർക്ക് എന്താ പറയുക, അതിർത്തിയിൽ പോയി യുദ്ധം ചെയ്യാനോ ഒന്നും അവർക്ക് സാധിക്കില്ലായിരിക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ദേശസ്നേഹം എന്ന് പറയുന്നൊരു വികാരമുള്ള ആളുകൾ പലപ്പോഴും ബി ജെ പിയിലേക്ക് അടുക്കുന്നത് തടയുന്നത് ഇത്തരത്തിലുള്ളൊരു വ്യാഖ്യാനങ്ങളുടെ ഒരു എന്താ പറയുക അമിത പ്രവാഹമാണ്. ആളുകളുടെ മുന്നിലേക്ക് ഇതിങ്ങനെ കുത്തി ഒഴുക്കി വിടും ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ. അതായത് പിണറായി വിജയനെ പാഠം പഠിപ്പിക്കണമെങ്കിൽ, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് പിണറായി വിജയനാണ്, ആ പിണറായി വിജയനെ പാഠം പഠിപ്പിക്കണമെങ്കിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയേ പറ്റൂ. അതായത് പിണറായി വിജയനെ പാഠം പഠിപ്പിക്കാൻ കോൺഗ്രസ്സിനൊരു വോട്ട്. ഇതാണ് അടിസ്ഥാന തത്വം. ഈ ഒരു തത്വം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറേ പേരെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഒരു മനംമാറ്റം ഉണ്ടാകും. ശരിയാണല്ലോ, പിണറായി വിജയൻ ഇനി മൂന്നാമതും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശബരിമല മൊത്തമായിട്ട് അയാൾ മരുമകൻ എഴുതി വയ്ക്കുകയായിരിക്കും എന്നുള്ളൊരു ധാരണയുണ്ടാകും. ഇതിൽ പിണറായി വിജയനെ ന്യായീകരിച്ച് പറയുകയല്ല. പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ പരാജയമാണെന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെ ഇതൊരു സ്വാഭാവികമായ പരിണാമത്തിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്താണ് സ്വാഭാവിക പരിണാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പതിയെ പതിയെ, അല്ലെങ്കിൽ ആ പതിയെ എന്നുള്ളത് വേഗത കുറച്ച് കഴിയുമ്പോൾ കൂടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, ഇത് രണ്ടും ഇല്ലാതായി മറ്റൊരു ഭരണവ്യവസ്ഥ ഇവിടെ വരിക. ബി ജെ പി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു സംശയവും വേണ്ട. കാരണം ഇപ്പോൾ ഭാരതത്തിൽ, കേരളത്തിൽ ഒരു സമൂഹത്തിനിടയിൽ ഭാരതത്തിൽ ഹിന്ദുക്കളായി ഭാരതീയരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ബി ജെ പി അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ളതാണ് സത്യം. കാരണം കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ദേശവിരുദ്ധതയും ഒരു പിന്തിരിപ്പൻ നയങ്ങളെയും കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. കോൺഗ്രസ് ആ അനാദികാലം മുതൽ ഭാരതത്തിനും ഭാരത സംസ്കാരത്തിനും ഭാരതത്തിലെ ജനങ്ങൾക്കും എതിരായിട്ടല്ലാതെ അവർ പ്രവർത്തിച്ചിട്ടില്ല. അത് എന്താ പറയുക, ഭാരതത്തിൻ്റെ മണ്ണ് ചൈനയ്ക്കും മറ്റ് ലോകത്തുള്ള സകലർക്കുമായിട്ട് ദാനം ചെയ്തിട്ടുള്ള നെഹ്റു ആവട്ടെ, ചൈനയ്ക്ക് കൊടുത്തോളൂ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് യു എന്നിലെ ഭാരതത്തിന് ലഭിക്കേണ്ടിയിരുന്ന അംഗത്വം തള്ളിക്കളഞ്ഞ നെഹ്റു വീണ്ടുമാകട്ടെ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി ആവട്ടെ, ആയിരക്കണക്കിന് ഭാരതീയ സൈനികരെ ശ്രീലങ്കയിൽ ഒരു കാര്യവുമില്ലാതെ കൊലയ്ക്ക് കൊടുത്ത രാജീവ് ഗാന്ധി ആവട്ടെ, അതിനുശേഷം വന്ന സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന യു പി എ സർക്കാരുകളാവട്ടെ, കോൺഗ്രസ് എന്ന് പറയുന്നത് എന്നും, ആ പാർട്ടി എന്നും ഭാരതത്തിന് വിരുദ്ധമായിട്ടേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇന്നത്തെ കാലത്ത് എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രത്യക്ഷത്തിലുള്ള നേതാവ് മല്ലികാർജുൻ ഖാർഗെ ആണെങ്കിലും രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിനെ ഇന്ന് നയിക്കുന്നത് എന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങളെല്ലാം നിരന്തരം കണ്ടു കാണും അദ്ദേഹത്തെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന ട്രോളുകളും മീമുകളും എല്ലാം നിങ്ങൾ വിട്ടേക്കൂ. നേരായിട്ടുള്ള വീഡിയോ തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ ലഭ്യമാണ്. ഒന്ന് പരിശോധിച്ച് നോക്കൂ. കാരണം വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഭാരതത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തുക, അവിടുത്തെ വിദഗ്ധർ, തിരഞ്ഞെടുപ്പ് വിദഗ്ധർ അല്ലെങ്കിൽ വിശകലന വിദഗ്ധർ, കൺസൾട്ടൻസ് എന്ന് പറയുന്ന ആളുകളുമായിട്ടിരുന്നുള്ള ചർച്ചയ്ക്കിടയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഒരു അഭിപ്രായം, ആ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്, നിങ്ങൾ കണ്ടു നോക്കൂ. അദ്ദേഹത്തിന് ലഭിക്കുന്നൊരു ഉപദേശം എന്ന് പറയുന്നത് മോദിജിയെ തോൽപ്പിക്കാൻ, മോദിജി എന്നുള്ള വാക്ക് ആ ഉപദേശകൻ തന്നെ ഉപയോഗിക്കുന്നതാണ്. മോദിജിയെ തോൽപ്പിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഹിന്ദുക്കളെ SC ST ദളിത് അങ്ങനെ പല തലങ്ങളിലായിട്ട് വിഭജിക്കുക, മുസ്ലിങ്ങളുടെ വോട്ട് ഏകീകരിക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ മോദിജിയെ തോൽപ്പിക്കാൻ സാധിക്കൂ. രാഹുൽ ഗാന്ധി തലകുലുക്കി അതെല്ലാം സമ്മതിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഭാരതത്തിലെ ഒരു ജനവിഭാഗത്തെ വിഭജിച്ച് ഭരണത്തിലെത്തണം എന്ന് കരുതുന്ന ഒരാൾ, നേരത്തെ പറഞ്ഞ ഭാരതത്തിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തവരുടെയൊക്കെ പിൻതലമുറക്കാരനാണ്, മാത്രമല്ല കുടുംബവുമാണ്. അങ്ങനെയുള്ള ഒരാൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു പിന്തുണ നൽകുന്ന ഒരു മാധ്യമം ഏത് തലത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതെന്നുള്ളത് പ്രേക്ഷകരെന്നുള്ള നിലയിൽ, ഞാൻ പറഞ്ഞല്ലോ, ലാക്ക് ഓഫ് എ ബെറ്റർ വേർഡ്, പ്രേക്ഷകൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രേക്ഷകരല്ല, പരസ്പര സംവാദങ്ങൾ നടത്തുന്ന സംവാദകരാണ്. ഈ സംവാദകർ നല്ല വാക്കാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രേക്ഷകരായ സംവാദകർ, പക്ഷേ ഒരു നീണ്ട വാക്കായിപ്പോൾ, അതുകൊണ്ട് തൽക്കാലം സംവാദകർ എന്ന് വിളിക്കാം. സാമൂഹ്യ മാധ്യമങ്ങളിലെ സംവാദകർ അല്ലെങ്കിൽ പ്രേക്ഷകർ
ചിന്തിക്കുക, ഇവരെങ്ങോട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നതെന്നുള്ളത്, ഈ മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്. തന്നെയുമല്ല, ഇനി പറയാനുള്ളത് ഇത്തരം മാധ്യമങ്ങളോടാണ്. നിങ്ങൾ പിന്തുണയ്ക്കുന്നത്, അതായത് പിണറായി വിജയനെ പാഠം പഠിപ്പിക്കാൻ കോൺഗ്രസ്സിനൊരു വോട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ്സുകാരെയാണ്. അവരുടെ വിജയം സുനിശ്ചിതമെന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവണമെന്നില്ല. കാരണം തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയാകുവാനായിട്ട് ഒരു 10,000 പേര് ക്യൂ നിൽക്കും. തമ്മിലടി, ബഹളം ഇതെല്ലാം ഉണ്ടാകും. ഇനി അതിന് നിങ്ങൾക്ക് തന്നെ അറിയാമത്, ആ പാർട്ടികളോടുള്ള ഒരു ആരാധനയ്ക്കിടയിലും എപ്പോഴെങ്കിലും നിങ്ങളും സ്വയം നിരീക്ഷിച്ചിട്ടുണ്ടാവും. കാരണം അണികളെക്കാൾ കൂടുതൽ നേതാക്കൾ വേദിയിലുണ്ടാകുന്ന പാർട്ടിയാണ് എപ്പോഴും കോൺഗ്രസ്. നെഹ്റുവിൻ്റെ കാലം മുതൽ ആൾക്കൂട്ടമൊക്കെ കൂടുമായിരിക്കും, പക്ഷേ അതിനേക്കാളും കൂടുതൽ ആളുകൾ വേദിയിൽ കാണും, നേതാക്കൾ. ഇപ്പോൾ മുഖ്യമന്ത്രിയാവാൻ കുപ്പായം തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ തന്നെ ആ പാർട്ടിയിലുണ്ട്. ആ തമ്മിലടി കാരണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു സാധ്യത അവരില്ലാതാക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതും ചിന്തിക്കുക. ഇനി വ്യക്തിപരമായിട്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ UDF ജയിച്ചു വന്നാൽ ഉണ്ടാകുമെന്നുള്ളത് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രമുഖരുമായിട്ട് UDFൻ്റെ പുതിയ അംഗമായ അല്ലെങ്കിൽ ദയാ ഹർജി പരിഗണിച്ച് അംഗമാക്കപ്പെട്ട PV അൻവർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരുമായിട്ട് കടുത്ത ശത്രുത പുലർത്തുന്ന ഒരു മനുഷ്യനാണ്. PV അൻവറിന് ഇപ്പോൾ യാതൊരു നിലയും വിലയും സമൂഹത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ ഇല്ല എന്നുള്ളതും സത്യമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ PV അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ അയാളോട് എതിർക്കാൻ ശേഷിയില്ലാത്ത, അല്ലെങ്കിൽ അയാളെക്കാൾ അയാളുടെ ശക്തിയും സമ്പത്തുമൊക്കെ വെച്ചളക്കുമ്പോൾ അയാളെക്കാൾ താഴെ നിൽക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ സാധാരണക്കാരെയോ ദ്രോഹിച്ച് അതിന് നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും ഞാൻ നിന്നെ താഴെ ഇറക്കും എന്നുള്ള മാസ് ഡയലോഗ് ഇട്ട് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ PV അൻവർ ഉൾപ്പെടുന്ന UDF ഭരണത്തിൽ വന്നാൽ നിങ്ങളോട് ശത്രുതയുള്ള അയാൾ ചിലപ്പോൾ ഈ സാമൂഹ്യ മാധ്യമ പ്രമുഖന്മാരെ സെക്രട്ടേറിയറ്റിന് ചുറ്റും ശയന പ്രദർശനം ചെയ്യിപ്പിക്കും. അതും ആലോചിക്കുക. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉടമകളും അതിലെ മാധ്യമ പ്രവർത്തകരും അതാലോചിച്ചാലും ഇല്ലെങ്കിലും പ്രേക്ഷകർ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ സംവാദകർ എന്നുള്ള നിലയിൽ പ്രേക്ഷകരൊന്ന് ആലോചിക്കുക. ഒരു സ്വാഭാവികമായ പരിണാമത്തിലേക്ക് കേരളത്തിലെ കൊണ്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ മാനസികാവസ്ഥയെ എന്തെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ ഇത്തരം പ്രചാരണ വീഡിയോകളിലൂടെ മാറ്റി വീണ്ടും ഒരു സംസ്ഥാനത്തിന് രാഷ്ട്രത്തിന് ഒക്കെ ആപത്തായിട്ടുള്ളൊരു പാർട്ടിയെ പുറത്താക്കി അതിലും ആപത്തായിട്ടുള്ള എന്നാൽ മറവിൽ കാര്യങ്ങൾ ചെയ്യുന്ന മറ്റൊരു പാർട്ടിയെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ആണോ അല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. പരിശോധിക്കുമ്പോൾ സത്യം നിങ്ങൾക്ക് ബോധ്യമാവും. ഈ മറുകണ്ഠം ചാടുന്ന സായിപ്പന്മാരെ വിശ്വസിക്കാതിരുന്നാൽ നമ്മുടെ സംസ്ഥാനത്തിനും രാഷ്ട്രത്തിനും നല്ലത്, എനിക്കും നിങ്ങൾക്കും നല്ലത്. നമസ്കാരം.